ഇനിയിപ്പോ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് നമ്മൾ കാണിച്ചിട്ട് അത് ഇത്രയേ ഉള്ളൂ. ഷോക്ക് അബ്സോർബർ രണ്ട് സൈഡും ഫുള്ളി ടൈറ്റഡ് ആണ്. സ്വിംഗ് ആമിന്റെ ഫ്രണ്ട് എൻഡ് ടോട്ടലി ടൈറ്റഡ് ആണ്. അതിന്റെ ടൈറ്റിംഗ് ടോർക്ക് അനുസരിച്ചുള്ള ടൈറ്റിംഗ് ടോർക്കിലാണ് ടൈറ്റ് ചെയ്യേണ്ടത്. ഷോക്ക് അബ്സോർബർ ആയാലും സ്വിംഗ് ആം ആയാലും. അതിനുശേഷം നമ്മൾ ബ്രേക്ക് പാഡ് പ്രോപ്പർലി ഫിക്സ് ചെയ്തു. ബ്രേക്ക് പാഡ് തേഞ്ഞോ പോയിട്ടുണ്ടോ, സർവീസ് ലൈഫ് ആയിട്ടുണ്ടോ ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും. കൈയോടെ മാറണമെങ്കിൽ മാറുക. അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രൊസീജിയർ ഇനി ഇതിന്റെ അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് സ്പ്രോക്കറ്റ് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അലൈൻമെന്റ് ചെയ്യാം. അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു LNG ആണ് യൂസ് ചെയ്യുന്നത്. LNG നമ്പർ വന്നിട്ട് 6 mm LNG. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഒരേപോലെ ഏകദേശം ടെൻഷൻ. ഇപ്പൊ നമുക്ക് ഇവിടെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഈ സ്വിംഗ് ആവുന്ന സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കാണാം ഇത് ഫുള്ളി ഇവിടെ കോൺടാക്ട് ആണ്. അതുപോലെ ടോപ്പിലാണെങ്കിലും ഇതിന്റെ റബ്ബർ കോൺടാക്ട് വരും. നമുക്ക് ഓരോ സൈഡും ഈക്വലി ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രമാത്രം ടെൻഷനാണ് നമ്മളിവിടെ വെക്കുന്നത് ഫൈനലി പറയാം. ഇതിപ്പോ ബെൽറ്റ് വളരെ ലൂസാണ്, നമ്മൾ ജസ്റ്റ് മൗണ്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ സ്ലൈഡർ ടൈറ്റ് ചെയ്തിട്ട് അയക്കണം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒരേ പൊസിഷനിൽ ഒരേ പോയിന്റിലാണ് നമ്മൾ നിർത്തുന്നത്. നമ്മൾ ഏകദേശം നമ്മുടെ ഈ ബെൽറ്റ് ഡ്രൈവിന്റെ ഈ വണ്ടിയിലേക്കുള്ള കറക്റ്റ് ഉള്ള സെറ്റിംഗ് എന്ന് പറയണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3-നും 4-നും ഇടയിലാണ്. ഇതിന്റെ റിയർ സൈഡിലുള്ള കട്ടിങ് മാർക്ക് ഉണ്ട് ഇവിടെ. ടൈറ്റ് ചെയ്യണതനുസരിച്ച് ആ മാർക്കിങ് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ ഏകദേശം നമുക്കൊരു 3-ന്റെയും 4-ന്റെ ഇടയിൽ വെച്ചിട്ട് ടെൻഷൻ നോക്കാം. ഏകദേശം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 3-നും 4-ന്റെ ഇടയിലാണ്. 3 കഴിഞ്ഞ് ജസ്റ്റ് വിട്ടിട്ടേ ഉള്ളൂ. ഈ ടെൻഷനാണ് ഇതിന്റെ കറക്റ്റ് ടെൻഷൻ. ഇതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ സർവീസ് സ്റ്റാൻഡിലാണ് വണ്ടി നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ ടെൻഷൻ നോക്കുമ്പോൾ കൈ കൊണ്ട് ഇതിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ നോർമൽ ലെവലിൽ നിന്ന് മാക്സിമം ലെവലിലേക്ക് 2 മുതൽ 3 സെന്റിമീറ്റർ വരെ ഡിഫ്ലക്ഷൻ കാണും. ഇതാണ് ഇതിന്റെ ടെൻഷൻ വരുന്നത്. അതിപ്പോൾ ഈവൻ പുതിയ ബെൽറ്റ് ആണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ടെൻഷൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കണം ഇതിന്റെ ടെൻഷൻ. ഇതാണ് നിങ്ങൾ നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ലെഫ്റ്റിൽ നമ്മൾ എങ്ങനെ കീപ്പ് ചെയ്തോ 3 കഴിഞ്ഞിട്ട് എത്രയാണോ 3-നും 4-ന്റെ ഇടയിലാണെങ്കിൽ അതേ പൊസിഷനിൽ തന്നെ റൈറ്റും റെസ്പെക്ട്ഫുള്ളി കീപ്പ് ചെയ്യുക. നമ്മളുടെ ഈ സ്ലൈഡർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ അലൈൻമെന്റ് പൊസിഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3 to 4 എന്നുള്ള ആ ഒരു കറക്റ്റ് അലൈൻമെന്റിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബെൽറ്റ് ഈ സ്പ്രോക്കറ്റിന്റെ ഈ 2 ഫ്ലാഞ്ചിന്റെ ഇടയിൽ കറക്റ്റ് മിഡിലായിട്ട് പൊസിഷൻ ആയിരിക്കും. ഇതാണ് ഇതിന്റെ പെർഫെക്റ്റ് പൊസിഷൻ. ഇതേ സമയം തന്നെ ഇത് പൊസിഷൻ ആയാൽ മാത്രം പോരാ, അതേ സമയം തന്നെ നമ്മളുടെ ഈ ടെൻഷൻ കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യണം. അഥവാ ടെൻഷൻ കുറവോ കൂടുതലാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ സ്ലൈഡിൽ ഒരേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ലെഫ്റ്റില് നമ്മൾ ഒരു ഹാഫ് ത്രെഡ് ആണ് ടൈറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് റൈറ്റ് സൈഡിലും അതേപോലെ അത് എത്രയാണോ ഇവിടെ ചെയ്യുന്നത് അതിന്റെ ഈക്വലന്റ് ആയിട്ട് റൈറ്റ് സൈഡിൽ ചെയ്യണം. സോ ഈക്വൽ സെയിം ആയി കഴിഞ്ഞാൽ ഈ ബെൽറ്റ് എക്സാക്ട്ലി സെൻട്രേഡ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ പെർഫെക്റ്റ് പൊസിഷൻ. അപ്പൊ നമ്മളുടെ ബെൽറ്റിന്റെ ടെൻഷൻ പെർഫെക്റ്റ്ലി നമ്മൾ പറഞ്ഞ 2 സെന്റിമീറ്റർ മുതൽ 3 സെന്റിമീറ്റർ ഉള്ള അതിന്റെ ഇടയിലാണ് കറക്റ്റ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ബെൽറ്റിന്റെ അലൈൻമെന്റ് 2 ഫ്ലാഞ്ച് എക്സാക്ട്ലി സെന്റേർഡ് ആയിട്ടാണ് ഇതും പ്ലേസ് ആയിട്ടുള്ളത്. നമ്മുടെ ബെൽറ്റ് ഡ്രൈവിന്റെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ ടൈമിൽ ഇതുപോലെ നമ്മൾ കാണിച്ചത് അല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫീൽ ഫ്രീ ടു കോൾ us and we are here to help you. So thank you. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും